ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അപ്പം നമുക്ക് തന്നേക്കുന്നത് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 lane സിംഗിൾ ക്യാരേജ് വേ ആണ്. is to be designed for a design life period n equal to 15 years. Total two-way traffic intensity in the year of completion of construction is expected to be. അപ്പോൾ ടോട്ടൽ ടു വേ ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അതെന്ന് പറയുന്നത് 2000 കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പെർ ഡേ ആണ്. വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ 3 എന്ന് തന്നിട്ടുണ്ട്. ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.75 എന്ന് തന്നിട്ടുണ്ട്. അസ്യൂമിങ് ആനുവൽ റേറ്റ് ഓഫ് ട്രാഫിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.5% ആണ്. ഡിസൈൻ ട്രാഫിക് എക്സ്പ്രസ്ഡ് ആസ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ. ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിലാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, എത്ര വെഹിക്കിൾസ് ആണ് ഉണ്ടാവുന്നതെന്ന്. ഓക്കെ, അപ്പം അടുത്തത് എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ? നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ ഇൻ ദ ഡിസൈൻ ലൈഫ് ടു ബി അഡോപ്റ്റഡ് ഫോർ ഡിസൈൻ. അതിൻ്റെ നമ്മൾ ഇക്വേഷൻ പഠിച്ചാൽ n എന്ന് പറയുന്നത് 365 × 1 + n ^ n - 1 × ADF/R എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ 365 അതുപോലെ തന്നെ ഇടുക. R എന്ന് പറയുന്നത് 7.5% ആണ്. അതിനെ നമ്മൾ 0.075 എന്നാക്കാൻ പറ്റും. n 15 years ആണ്, -1, A 2000 ആണ്, D 3 ആണ്, F 0.75 ആണ്. ഓക്കെ, R 0.075 തന്നെ. ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 42.9 × 10⁶ എന്ന് കിട്ടും. ഓക്കെ, എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ ആണ്. നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ ലാസ്റ്റ് കൗണ്ട് ആണ് P എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നേക്കുക. R ഗ്രോത്ത് റേറ്റ്, N ഡിസൈൻ ലൈഫ്, D വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ, F എന്ന് പറയുന്ന ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അടുത്തത്, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ A 42.9 × 10⁶. കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ ഫോർ എ ന്യൂ ബൈപ്പാസ് റോഡ് ആസ് പെർ ദ ഫോളോയിങ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ട്രാഫിക്കിൻ്റെ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ എത്രയാണ്? 400 കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ ആണ്. ട്രാഫിക് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. ഡിസൈൻ ലൈഫ്, ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ. ഇത് F ആണ്. ഈ തന്നേക്കുന്നത് D ആണ്. ഡിസൈൻ ലൈഫ് N ആണ്. ഇത് R ആണ്. R എന്ന് പറയുന്നത് 0.075 ആവും. ഇതെന്ന് പറയുന്നത് A ആണ്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആക്സൽ പെർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബേസ്ഡ് ഓൺ ആക്സൽ സർവേ, ഡിസൈൻ CBR ഓഫ് സബ്ഗ്രേഡ്സ്. നമുക്ക് CBR വാല്യൂ കൂടെ തന്നിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 365 × 1 + R ^ n - 1 × ADF/R എന്ന് വരും. 365 അതുപോലെ തന്നെ, R എന്ന് പറയുന്നത് 0.075 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, N എന്ന് പറയുന്നത് 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, A എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 400 കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ, വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ 2.5 എന്നും ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.75 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 7.149 × 10⁶ സ്റ്റാൻഡേർഡ് ആക്സൽസ് ആണ് വരുന്നത്. അതിന് നമുക്ക് 7.2 മില്യൺ സ്റ്റാൻഡേർഡ് ആക്സൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ദ മെയിൻ കോസ് ഓഫ് റട്ടിങ് ബിലോ ദ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഈസ്. അപ്പം റട്ടിങ് ഉണ്ടാകാനുള്ള മെയിൻ കോസ് വെഹിക്കുലർ ട്രാഫിക് ആണോ, ആബ്സെൻസ് ഓഫ് സർഫസ് ഡ്രെയിനേജ് ആണോ, ഇംപ്രോപ്പർ മിക്സ് ഓഫ് പേയ്മെൻ്റ് ആണോ, കൺസോൾട്ടേഷൻ ഓഫ് 1 or more ലെയേഴ്സ് ഓഫ് പേയ്മെൻ്റ് ആണോ? ഏതാണ് കാരണം റട്ടിങ് ഉണ്ടാകാൻ കാരണം? ഏതാണ് കാരണം? മെയിൻ കോസ് ഓഫ് റട്ടിങ് എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ ഓഫ് 1 or more ലെയേഴ്സ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, കൺസോൾട്ടേഷൻ കാരണമാണ് 1 or more ലെയേഴ്സ് ഓഫ് പേയ്മെൻറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വെഹിക്കിൾ നമ്മുടെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റുകളിൽ റട്ടിങ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ റട്ടിങ് ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? റട്ടിങ് ക്രൈറ്റീരിയയും ഫറ്റിക് ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ. ഓക്കെ, consider the following statement with reference to payments. Flexible payments are more suitable than rigid payments in regions where subgrade strength is uneven. അപ്പോൾ subgrade strength uneven ആയിട്ടുള്ളിടത്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? റിജിഡ് പേയ്മെൻറ്റ്സ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, റിജിഡ് പേയ്മെൻറ്റ്സ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ എന്നുള്ളത് എന്താണ്? തെറ്റാണ്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് റിജിഡ് പേയ്മെൻറ്റ്സ് ഡിപ്പെൻഡ്സ് മോർ ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ദാൻ സബ്ഗ്രേഡ്. കറക്റ്റ് അല്ലേ? റിജിഡ് പേയ്മെൻറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കോൺക്രീറ്റ് പ്രോപ്പർട്ടിയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കമ്പയർഡ് ടു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ്, റിജിഡ് പേയ്മെൻറ്റ്സ് ആർ മോർ അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ വേരിയേഷൻ. അതും കറക്റ്റാണ്. ഓക്കെ, അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ പഠിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ആൻസർ 2 and 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 and 3. Next question. The main drawback of CBR method is that.
CBR മെത്തേഡിൻ്റെ കുറച്ച് ഡ്രോബാക്സ് പറഞ്ഞു അല്ലേ. ഗീവ്സ് ടോട്ടൽ തിക്നെസ് വിച്ച് റിമെയിൻ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്വാളിറ്റി, ഡസ് നോട്ട് കൺസിഡർ സ്ട്രെങ്ത് പാരാമീറ്റർ ഓഫ് സോയിൽ, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് മെത്തേഡ്, നൺ ഓഫ് ദ. ഇത് കോംപ്ലക്സ് മെത്തേഡ് അല്ല, സിമ്പിൾ മെത്തേഡ് തന്നെയാണ്. പിന്നെ സ്ട്രെങ്ത് പാരാമീറ്റർ ഓഫ് സോയിൽ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്, ടോട്ടൽ തിക്നെസ് ആണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ ഡ്രോബാക്ക് എന്താണ്, ടോട്ടൽ തിക്നെസ് അത് തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഡ്രോബാക്ക്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഒക്കെ കൺസിഡർ ചെയ്യാതെ നമുക്ക് എന്താണ്, നമുക്ക് ആക്സിൽ ലോഡ്സ് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് വരുന്നത്, അതിൻ്റെ CBR വാല്യൂ എത്രയാണ്, അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ തിക്നെസ് ആണ് ഇതിൽ കണ്ടുപിടിക്കുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഡ്രോബാക്ക്. സെപ്പറേറ്റ് തിക്നെസ് തരുന്നില്ല. ഇനി അടുത്ത് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ തിയററ്റിക്കൽ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഡിസൈൻ. ഇതിനകത്ത് തിയററ്റിക്കൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തിയററ്റിക്കൽ ഞാൻ ഓർക്കാനൊരു എളുപ്പം പറഞ്ഞാൽ തിയററ്റിക്കൽ ബെർമിസ്റ്റർ, അങ്ങനെ ഓർക്കുക. തിയററ്റിക്കൽ മെത്തേഡ് എന്തായിരുന്നു, ബെർമിസ്റ്റർ മെത്തേഡാണ് തിയററ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ഓക്കെ, വേരിയേഷൻ ഓഫ് റിജിഡിറ്റി ഫാക്ടർ ഫോർ എ ടയർ പ്രഷർ ഈസ് ആസ് ഫോളോസ്. അപ്പം റിജിഡിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, കോണ്ടാക്ട് പ്രഷർ ഡിവൈഡഡ് ബൈ ടയർ പ്രഷർ എന്നായിരുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഫോർ ആൻ ആവറേജ് ടയർ പ്രഷർ ഓഫ് 7 kg/cm². ടയർ പ്രഷർ 7 kg/cm² ആകുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1, അത് കറക്റ്റാണ്. അടുത്തത് ലെസ് ദാൻ 1 ഫോർ ടയർ പ്രഷർ ഗ്രേറ്റർ ദാൻ 7 kg/cm². അപ്പം ടയർ പ്രഷർ ഗ്രേറ്റർ ദാൻ 7 ആകുമ്പോൾ ഇത് ലെസ് ദാൻ 1 അല്ലേ, അപ്പോൾ അതും കറക്റ്റാണ്. ഇനി അടുത്തത് റിജിഡിറ്റി ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1 ഫോർ ടയർ പ്രഷർ ലെസ് ദാൻ 7 kg/cm². അപ്പോൾ ആ ഓപ്ഷനും കറക്റ്റ്. അപ്പോൾ നമ്മുടെ എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. അതുകൊണ്ട് ഓൾ ദ എബവ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ഓൾ ദ എബവ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇൻ എ ഡ്യുവൽ വീൽ ലോഡ് അസംബ്ലി ആണ്. P is equal to each wheel load and S is the center spacing of dual wheels and D is the clear distance between wheels. Then the equivalent single wheel load for a depth between D/2 and 2S is. നമ്മുടെ അതേ ഗ്രാഫിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. ഗ്രാഫിനകത്ത് ഓർക്കുന്നില്ലേ, നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗ് സ്കെയിലിൽ വരച്ചിട്ട് Z is equal to D/2, Z equal to 2S-ന് Pയും 2Pയും വന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻ ബിറ്റ്വീനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇൻ ബിറ്റ്വീൻ ചോദിച്ചത് കാരണം Pക്കും 2Pക്കും ഇടയിലായിരിക്കും ഇക്വലൻ്റ് സിംഗിൾ വീൽ ലോഡിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ഗ്രാഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഇക്വലൻ്റ് സിംഗിൾ വീൽ ലോഡ് ഫോർ എ ഡ്യുവൽ വീൽ ലോഡ് അസംബ്ലി ക്യാരിയിങ് 20,440 Newton each for pavement thickness of 20 cm, center to center spacing of tires is 11 cm. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇക്വലൻ്റ് സിംഗിൾ വീലോട് ഡ്യുവൽ വീൽ അസംബ്ലിയുടെ എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 20,440 Newton ആണ്, പിന്നെ 20 cm തിക്നെസ് ആണെന്ന് പറയുന്നുണ്ട്, സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഓഫ് ടയേഴ്സ് 11 cm ആണെന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നമുക്കറിയാവുന്ന ഗ്രാഫുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. ഒന്നാമത്തെ D/2 Z 2S വരുമ്പോൾ P'2P എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് 45 ഡിഗ്രി ഡിസ്പെർഷനിലാണ് D/2 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഓവർലാപ്പിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ക്ലിയർ ഡിസ്റ്റൻസ്. ഓക്കെ, D എന്നുള്ളതാണ് നമ്മുടെ ക്ലിയർ ഡിസ്റ്റൻസ്, P എന്ന് പറയുന്നതാണ് ലോഡ്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ഇക്വേഷൻ ഈ ക്വസ്റ്റ്യന് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ലോഗ് സ്കെയിലിൽ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇപ്പം നമ്മുടെ P' എന്നുള്ള ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ലോഗ് P' മൈനസ് ലോഗ് P എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിവൈഡഡ് ബൈ ലോഗ് Z മൈനസ് ലോഗ് D/2. ലോഗ് Z മൈനസ് ലോഗ് D/2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഗ് 2P മൈനസ് ലോഗ് P. സ്ലോപ്പ് സെയിം അല്ലേ, ലോഗ് 2P മൈനസ് ലോഗ് P ഡിവൈഡഡ് ബൈ ലോഗ് 2S മൈനസ് ലോഗ് D/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ലോഗ് P' ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ലോഗ് P' എന്ന് പറയുമ്പോൾ എന്ത് വരും, ലോഗ് P' മൈനസ് ലോഗ് P എന്ന് പറയുന്നത് എന്ത് വരും, ലോഗ് 2P മൈനസ് ലോഗ് P ഡിവൈഡഡ് ബൈ ലോഗ് 2S മൈനസ് ലോഗ് D/2 എന്ന് വരും. അതിൻ്റെ അതേ ഇൻറ്റു പിന്നെ ഇവിടെ എന്ത് വരും, ലോഗ് Z മൈനസ് ലോഗ് D/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലോഗ് P' എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഇൻഇക്വാളിറ്റി അപ്പുറത്തോട്ട് മാറ്റിയാൽ മതി അല്ലേ, പ്ലസ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഇത് ഈക്വൽ ടു ലോഗ് P ഇപ്പുറത്തോട്ട് പ്ലസ് ആകും, ഇങ്ങനെ പ്ലസ് ഇട്ട് കഴിയുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വാല്യൂസ് Pയുടെ വാല്യൂ 20,440, പിന്നെ എന്താണ് ലോഗ് 20 മൈനസ് ലോഗ് D/2, ലോഗ് 2P മൈനസ് ലോഗ് Pയുടെ വാല്യൂ. ഓക്കെ, ലോഗ് 2P മൈനസ് ലോഗ് P എന്ന് പറയുമ്പോൾ ലോഗ് A ഡിവൈഡഡ് ബൈ ലോഗ് B അല്ലേ. അപ്പോൾ ലോഗ് 2P ഡിവൈഡഡ് ബൈ ലോഗ് P എന്ന് പറയുമ്പോൾ മൈനസ് ലോഗ് A ഡിവൈഡഡ് ബൈ ലോഗ് B എന്ന് വരും അല്ലേ.
ലോഗ് എ മൈനസ് ലോഗ് ബി എന്നത് ലോഗ് എ ബൈ ബി എന്ന് വരും. അതാണ് ലോഗ് 2 എന്നത് വന്നത് കേട്ടോ. അപ്പോൾ ലോഗ് 2 ഡിവൈഡഡ് ബൈ ലോഗ് 2s മൈനസ് ലോഗ് ഡി ബൈ 2 എന്നുള്ളത് ലോഗ് 2s ഡിവൈഡഡ് ബൈ ഡി ബൈ 2 എന്നുള്ളത് 11/2 എന്നുള്ളത് താഴെ വന്നു. ഓക്കെ, അതുപോലെ ഇനി അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ലോഗ് വാല്യൂ ഒക്കെ എടുക്കണം. അപ്പോൾ കിട്ടുന്നത് 30,242 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വരാറില്ല പൊതുവേ. വല്ല ലോഗിൻ്റെ വാല്യൂ ഒക്കെ ഇത്രയും തന്നിട്ട് വേണം ചോദിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും വരാറില്ല. ചിലപ്പം ഇതുപോലുള്ള ഈക്വേഷൻസ് ഒക്കെ ചിലപ്പോൾ ഫോം ചെയ്യാനോ ലോഗ് വെച്ചിട്ട് ആൻസർ ചെയ്യാനോ ലോഗ് വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരത്തുള്ളൂ. അല്ലാതെ ഇത് കറക്റ്റായി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ചെയ്താൽ അല്ലാതെ എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഇക്വലൻറ്റ് സിംഗിൾ വീൽ ലോഡ് ഓഫ് എ ഡ്യുവൽ വീൽ അസംബ്ലി കാരിങ് ഓക്കെ. അതിൻ്റെ ആൻസർ 30,190 ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് CBR ടെസ്റ്റ് വാല്യൂ ഓഫ് CBR ഈസ് കാൽക്കുലേറ്റഡ് ഫോർ എ പെനട്രേഷൻ ഓഫ്. അപ്പോൾ CBR ടെസ്റ്റ് വാല്യൂ ഏതൊക്കെ വാല്യൂസിനായിരുന്നു നമ്മൾ എടുക്കുന്നത്? 2.5 mm പെനട്രേഷനും 5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനട്രേഷനും എടുക്കുമായിരുന്നു അല്ലേ. അപ്പം 2.5 mm ഉള്ളി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല, 5 mm ഓൾസോ 5 mm കൂടെ എടുക്കുന്നുണ്ട്. അപ്പം വേറെ ഓപ്ഷനൊന്നും നമുക്ക് പറ്റത്തില്ല. 0.125 7 mm എന്തായാലും ഇല്ല. അപ്പം നമ്മൾ 5 mm ഓൾസോ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ദ വീൽ ലോഡ്സ് ത്രൂ. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? സ്ലാബ് ആക്ഷൻ ആണോ? അല്ല, അത് റിജിഡ് പേയ്മെൻറ്റിൻ്റെ അല്ലേ. റിജിഡ് പേയ്മെൻറ്റാണ് സ്ലാബ് ആക്ഷൻ. ഡയറക്റ്റ്ലി സബ് ഗ്രേഡിലോട്ട് കൊടുക്കുകയാണോ? അല്ല, ബൈ ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ത്രൂ സെറ്റ് ഓഫ് ലെയേഴ്സ് ടു സബ് ഗ്രേഡ് അല്ലേ. ഗ്രെയിൻസ് വഴിയിട്ട് ഗ്രെയിൻ ടു ഗ്രെയിനിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സബ് ഗ്രേഡിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ നമ്പർ ഓഫ് ലോഡ് സൈക്കിൾസ് NF to cause the failure of payment is proportional to. അപ്പോൾ NF എത്രയിന് പ്രപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ NF നമുക്കറിയാം അല്ലേ. NF എങ്ങനെ പ്രപ്പോർഷണൽ ആവുന്നത്? അപ്പോൾ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞത് എന്താ? നമ്മുടെ റെപ്പറ്റേഷൻ ഓഫ് വീൽ ലോഡ്സ്, അതായത് നമ്മുടെ റെപ്പറ്റേഷൻ ഓഫ് വീൽ ലോഡ്സിൻ്റെ ഇക്വേഷൻ P1N1 എന്ന് പറയുന്നത് P2N2 എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇവിടെ NF എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എടുക്കുവാണ് എൻ്റെ P ഇൻറ്റു NF, ഇത് രണ്ടും ഈക്വൽ ആണ്. P ഇൻറ്റു NF ഒരു കോൺസ്റ്റൻ്റ് ആണ് എടുക്കുക. അപ്പോൾ NF എന്തിനു വരും? എങ്ങനെ വരും? NF കോൺസ്റ്റൻ്റ് ഡിവൈഡഡ് ബൈ P എന്ന് വരും. അപ്പോൾ NF ഈസ് പ്രപ്പോർഷണൽ ടു 1/P ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/P ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിജിഡ് പേയ്മെൻറ്റ്സിൻ്റെ ഡിസൈനിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.